സീറോ മലങ്കര കത്തോലിക്ക സഭയുടെ തിരുവല്ല എപ്പാർക്കിയുടെ ആദ്യത്തെ മെത്രോപൊളിത്തൻ ബിഷപ്പായിരുന്ന യാക്കോബ് മോർ തെയോഫിലോസ് പിതാവിൻ്റെ ഓർമ്മ ദിവസമാണ് ഇന്ന്. 1956 ജൂൺ 27-നാണ് അദ്ദേഹം അന്തരിക്കുന്നത്. റീയൂണിയൻ പ്രസ്ഥാനത്തിന് സഹനിർമ്മാതാവുമായിരുന്നു അദ്ദേഹം. ഇപ്പോൾ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ചെറു പുഷ്പഗിരി എന്ന പേരിലുള്ള ഒരു ചെറിയ ഇരുനില കെട്ടിടമായിരുന്നു അദ്ദേഹത്തിൻ്റെ അരമന. പിതാവ് 1934 നവംബർ 24-ന് പുതിയ ബിഷപ്പ് ഹൗസ് ആശീർവദിച്ചു. നിരവധി പള്ളികൾ, സ്കൂളുകൾ, ഇൻഫൻമേരി മൈനർ സെമിനാരി, സെൻറ് ജോസഫ് പ്രസ് എന്നിവ അദ്ദേഹം ആരംഭിച്ചു. വിശ്വാസം പ്രചരിപ്പിക്കാനും പുനഃസംഘടനാ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താനുമുള്ള ദൗത്യവുമായി അദ്ദേഹം സാക്ഷി സംഘം രൂപീകരിച്ചു. ബെഥനി കോൺഗ്രിഗേഷനിലെ ആദ്യ അംഗങ്ങളിൽ ഒരാളായിരുന്നു ഫാദർ യാക്കോബ്. അദ്ദേഹം തുടക്കക്കാരുടെ ഗുരുവായിരുന്നു. 1926 നടന്ന പരുമല സുനഹദോസിന് തീരുമാനത്തിൽ നിന്ന് മറ്റ് ബിഷപ്പുമാർ പിന്മാറിയെങ്കിലും മാർ തെയോഫിലോസ് പൂർണ്ണ ബോധ്യത്തോടെയും പ്രതിബദ്ധതയോടെയും അത് അംഗീകരിച്ചു. അങ്ങനെ അദ്ദേഹം 1930 സെപ്റ്റംബർ 20-ന് റീയൂണിയൻ പ്രസ്ഥാനത്തിലെ ആദ്യത്തെ 5 അംഗങ്ങളിൽ ഒരാളായി. 1932 സീറോ മലങ്കര കാത്തലിക് ഹൈറാർക്കി സ്ഥാപിതമായപ്പോൾ തിരുവല്ലയുടെ പ്രഥമ മെത്രോപൊലിത്തയായി നിയമിതനായി. 1956 ജൂൺ 27-ന് 65-ാം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ തിരുവല്ല സെൻറ് ജോൺസ് കത്തീഡ്രലിൽ സൂക്ഷിച്ചിരിക്കുന്നു.